വഴിയിൽ കിടക്കുന്ന ലോട്ടറി മുഴുവനും പെറുക്കി. എന്നിട്ട് എല്ലാത്തിന്റെ റിസൾട്ട് നോക്കി കീറി യന്ത്രൂനാല് കയറി പറപ്പിച്ചു വിട്ടു. ഹൈ ഗായ്സ്, ഞാൻ അപ്പിലും പോകുന്നതിന്റെ തലേന്ന് മുതൽ പെറുക്കാൻ തുടങ്ങി. അതെന്തിനാ ലോട്ടറി മാത്രം പെറുക്കിയിട്ട് കീറി കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നവരോടാണ് ഇനി പറയാനുള്ളത്. പണ്ട് നമ്മൾ ചെറുതിൽ വഴി നീട്ടി ലോട്ടറികളൊക്കെ പെറുക്കി വീട്ടിൽ പോയിട്ട് റിസൾട്ട് നോക്കും. ഒന്നും ഉണ്ടാവൊന്നുമില്ല, എന്നാലും വെറുതെ അങ്ങോട്ട് നോക്കന്നെ. ചിലപ്പോ വല്ലവരുടെയും കയ്യിൽ നിന്നൊക്കെ വീണ് പോയതാണെങ്കിലോ അതെങ്ങാനും പ്രൈസ് അടിച്ചാൽ നമുക്കുള്ളതല്ലേ. എന്നിട്ട് ഇതൊക്കെ കൂടി പെറുക്കിയിട്ട് വീട്ടിൽ പോകുമ്പോ 4 ഡയലോഗ് ഉണ്ട്. ഞാനൊരു ബെൻസ് കാറും വാങ്ങും, പിന്നെ കളിക്കാൻ ഒരു ബൂട്ടും വാങ്ങും. അത് കേട്ടത് രണ്ടാമത്തവൻ പറയും എന്റെ വീട്ടിൽ ഞാനൊരു സ്വിമ്മിംഗ് പൂളും പണിയും, പിന്നെ ഗുസ്തിക്കാരൻ ജോൺസിന്റെ ബെൽറ്റും വാങ്ങും. അപ്പോഴായിരിക്കും അവസാനത്തവൻ ഒരു കാര്യം പറയാ, ഞാൻ സ്കൂളിൽ പോകാണ്ട് ആ പൈസയും കൊണ്ട് മുഴുവനും ജീവിക്കും. അങ്ങനത്തെ ആ ഒരുത്തിനെ ഇതുപോലെ ചെയ്തവരെയും എന്തായാലും കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. അങ്ങനത്തെ ആ കാലത്തിന് ഒന്നുകൂടെ വാർത്തെടുക്കാൻ വേണ്ടിട്ട് നമ്മൾ ഈ പരിപാടിയും കൊണ്ട് ഇറങ്ങിയത്. ഇന്നത്തെ നമ്മുടെ ആഗ്രഹം പറഞ്ഞ ഏറ്റവും ചെറിയ ആഗ്രഹമാണ്. ഒരു 10-15 പവൻ സ്വർണം വാങ്ങിയിടുക, ഒരു 3-4 സുലുമാളും ഒരു 4-5 ഭാര്യയും. അങ്ങനെ അങ്ങനെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പൊ എല്ലാരും ആഗ്രഹങ്ങളൊക്കെ നിറവേറാൻ വേണ്ടി നമ്മൾ പെറുക്കി പെറുക്കി ഏകദേശം കഴിയാനായി. രാത്രിയോടുകൂടി 10-300 ലോട്ടറി പെറുക്കി കഴിഞ്ഞു. എന്നിട്ട് നമുക്കിനി പെറുക്കി ലോട്ടറി മുഴുവൻ റിസൾട്ട് നോക്കാം. കൂട്ടത്തില് 2 പേര് റിസൾട്ട് നോക്കും. എന്നിട്ട് പ്രൈസ് ഇല്ലാത്ത ലോട്ടറി മൂന്നാമത്തവന് കൊടുക്കും. മൂന്നാമത്തവൻ അതിനെ പിടിച്ച് കീറി കവറിലിടും. ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആകാംക്ഷയോടുകൂടിയും കുറെ ആഗ്രഹങ്ങളോടുകൂടിയും കുറെ നല്ല ചെറുപ്പക്കാർ നോക്കിക്കൊണ്ടിരുന്ന ലോട്ടറി മുഴുവനും ഒരെണ്ണം പോലും അടിച്ചിട്ടില്ല എന്ന ദുഃഖകരമായ വാർത്ത എല്ലാവർക്കും അറിയിച്ചുകൊള്ളുന്നു. പക്ഷെ നമ്മൾ വിട്ടില്ല. അതിനെ കൊണ്ട് വേറൊരു രീതിക്ക് നമ്മൾ സന്തോഷം കണ്ടെത്താൻ നോക്കി. കീറിയെടുത്ത ലോട്ടറി മുഴുവനും ഒരു ബാഗിലാക്കി നേരെ ചെന്നത് പാലക്കാട് നടന്നുകൊണ്ടിരിക്കുന്ന ഗംഭീര ഫെസ്റ്റിലേക്കാണ്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് നേരെ യന്ത്രൂനാൽ കറങ്ങുന്ന അവിടെ പോയത്. കാത്തിരുന്ന് നമ്മൾ ആ കൊട്ടയിൽ കയറി. ഇനി ഇതൊന്നും നല്ല കറങ്ങിയിട്ട് വേണം നമ്മുടെ ലോട്ടറി ഒക്കെ എടുത്തൊന്ന് പുറത്തേക്ക് എറിയാൻ. പറഞ്ഞു വായെടുത്തില്ല, വല്ലാണ്ട് അങ്ങോട്ട് കറങ്ങി. നമ്മൾ കീറി വെച്ച ലോട്ടറി മുഴുവനും എറിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ മുഴുവൻ ഞങ്ങൾ പാറി പറപ്പിച്ചു. ഒരു തുള്ളി പോലും പേടിക്കാണ്ട് വേർത്ത് കുളിച്ച് നമ്മൾ അങ്ങനെ വീട്ടിൽ പോയി. അപ്പസ്സലാം.